ഒറ്റ മിനിറ്റ് കൊണ്ട് 25ലധികം മാജിക് ട്രിക്കുകൾ ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു 21-കാരനാണ് ഇന്ന് സി മലയാളം ന്യൂസിനൊപ്പം ചേരുന്നത്. ശ്രീറാമാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റിൽ 25 മാജിക്കുകൾ. ഈ മാജിക് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കൺകെട്ടെന്ന ആളുകൾ പറയാറുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നയാളെ ചെറുത് ട്രിക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു മിനിറ്റിൽ 25 എണ്ണം? ആദ്യമേ എനിക്ക് ഒരു മിനിറ്റിൽ 25 മാജിക് അല്ല കിട്ടിയത്. ഞാൻ ഒരു മിനിറ്റിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് 2 മാസം മുമ്പാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. ഞാൻ ആക്ച്വലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എത്താൻ കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊരു ആഗ്രഹം കാണാം, നമ്മുടെയൊക്കെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവാം. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ആദ്യ പടിയെന്ന് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് എടുത്തു വെച്ചത്. സോ അപ്പോഴേക്കും ഞാൻ പ്രാക്ടീസ് തുടങ്ങി. എനിക്ക് മാജിക് മാത്രമേ അറിയാവുള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിയില്ല. സോ കലാപരമായിട്ട് മാജിക്കിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. സോ മാജിക്കിൽ തന്നെ റെക്കോർഡ് ഇടാം എന്നൊരു ഓപ്ഷനിലേക്ക് എത്തി. അങ്ങനെ ഞാൻ അത് പ്രാക്ടീസ് തുടങ്ങി. ഒരു 2 മാസം മുമ്പാണ് പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പോഴും പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ആദ്യം ഒരു മിനിറ്റിൽ 10 മാജിക്കാണ് വന്നത്. പിന്നെ അത് 12ആയി, 13ആയി, 14ആയി. അങ്ങനെ 55 വട്ടം ഞാൻ പ്രാക്ടീസ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് 25 എന്നുള്ള ഒരു കൗണ്ടിലേക്ക് എത്തുന്നത്. ആക്ച്വലി 25 അല്ല, 28ആയിരുന്നു. 3 എണ്ണം വിസിബിലിറ്റി ഇല്ല എന്നുള്ള കാരണത്താൽ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് 25ലേക്ക് എത്തിയത്. ഈ മാജിക് ഇപ്പോൾ ഈ 21 വയസ്സേ ആയുള്ളൂ. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയത്? എപ്പോഴും തൊട്ടാണ് ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്, മാജിക് പഠിക്കാൻ തുടങ്ങിയത്? മാജിക് പഠിക്കാൻ തുടങ്ങിയത് ഓൾമോസ്റ്റ് ഞാൻ 5ാം ക്ലാസ് തൊട്ടേ ഞാൻ വീട്ടിൽ മാജിക് പഠിക്കണം, എനിക്ക് അതിലോട്ടാണ് ക്രൈസ് കൂടുതലെന്ന് ഞാൻ വീട്ടിൽ പറയുണ്ടായിട്ടുണ്ട്. സോ അവരാദ്യം അതൊന്നും വലുതായിട്ട് അവരെടുത്തില്ല. ബട്ട് ഞാൻ വീണ്ടും അതിലേക്ക് ഞാൻ ആ ഒരു ഫീൽഡിലോട്ട് ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് അവരെന്നെ പഠിക്കാൻ കൊണ്ടാക്കിയതാണ്. കൊച്ചുനാളിൽ ഓൾമോസ്റ്റ് ഒരു 8ാം ക്ലാസ് ആ ഒരു ടൈമിൽ എന്നെ കൊണ്ടാക്കി. പിന്നെ അവിടെ നിന്നാണ് ഇതുവരെ എത്തിയത്. ഡെഫിനറ്റ്ലി ഞാൻ ഇത് എൻ്റെ പാരൻസിൻ്റെ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ അവരാണ് എന്നെ ഈ ഫീൽഡിലോട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പ്രേക്ഷകരുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലാതെ അടുത്ത് ഗിന്നസിലും ഇടം നേടാനായിട്ട് ആൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് സ്കൈ ഡൈവിങ് ചെയ്തിട്ട് സ്കൈ ഡൈവിങ്ങിലൂടെ ഒരു മാജിക് കാണിക്കുക, അതാണല്ലോ അടുത്ത് ഉദ്ദേശിക്കുന്നത്. സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് താഴെ നമ്മൾ എത്തുന്നതിന് മുമ്പ് എനിക്ക് 11 മാജിക് ബ്രേക്ക് ചെയ്യണം. ഓൾറെഡി അതൊരു റെക്കോർഡ് അറ്റംപ്റ്റ് ഉണ്ട്. മാർട്ടിൻ റീസ് എന്ന് പറയുന്ന ഒരു മജീഷ്യനാണ്, UK ഒരു മജീഷ്യനാണ് അത് ഓൾറെഡി ചെയ്തിരിക്കുന്നത്. സോ 7 years ബാക്കാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ പ്രാക്ടീസിലാണ്. ഞാനിപ്പോൾ തായ്ലൻഡിലായിരുന്നു. സോ ഇപ്പോൾ 2-3 ദിവസമായുള്ളൂ എത്തിയിട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി വീണ്ടും തിരിച്ചു പോകും അങ്ങോട്ട്. അതിൻ്റെ മുമ്പേ ഉള്ളൊരു വെല്ലുവിളികൾ എന്തൊക്കെയാണ് അത് ചെയ്യാനായിട്ടുള്ള? ഡെഫിനറ്റ്ലി ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ആക്റ്റാണ്. അപ്പോൾ ലക്ഷങ്ങളുടെ അത്രയും വിലയുള്ളൊരു ആക്റ്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്. നമ്മൾ ഓൾമോസ്റ്റ് 13,000 feet നിന്നാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പേടി എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നടക്കില്ല. പക്ഷേ എനിക്കുണ്ട ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിതുവരെ പേടി തോന്നിയില്ല. ബിക്കോസ് ആവശ്യം എൻ്റെയാണ്, പേടിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ പേടിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. 13,000 feet നിന്നിട്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ പേടിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ കൊണ്ടൊരു 1 റൗണ്ടും കൂടെ നമ്മളവിടെ റെസ്റ്റ് ചെയ്യിപ്പിക്കും, നമ്മളൊന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ എക്സ്ട്രാ ഫ്യൂൽ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. സോ ആ ഒരു പ്രശ്നം ഉള്ളതൊക്കെ കൊണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ചാടിയാലേ പറ്റുള്ളൂ. പിന്നെ റെക്കോർഡ് എൻ്റെ ആവശ്യമാണ്. സോ അതൊക്കെ കൊണ്ട് വെല്ലുവിളികളൊന്നും നോക്കിയിട്ടില്ല, അങ്ങ് ചാടുക. ഞാൻ അത്യാവശ്യം വീട്ടിൽ നിന്നൊക്കെ പൈസയൊക്കെ എനിക്ക് കോസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയും നമുക്ക് ചെയ്യാമെന്നുള്ള മൈൻഡിൽ വീട്ടിൽ നിന്ന് കോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഞാൻ പോയി ചെയ്തു. ഇപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു 5 days പോയിട്ട് വന്ന് ജമ്പെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് 2 lakhs പുറത്ത് എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഭീമമായിട്ടുള്ള തുകയാണ് ഇപ്പോൾ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്ത് മാർഗമാണ് സ്വീകരിച്ചിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ? ഞാൻ ആദ്യം എൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 lakhs, ആ ഒരു 5 lakhs to 7 lakhsൻ്റെ അകത്താണ് എൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് വച്ചിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ ഒരു 5 days പോയിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് 2 lakhs rupees ആയി. അപ്പോൾ ഐ തിങ്ക് എൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് ഒരു 10 lakhs അടുപ്പിച്ചെങ്കിലും ഞാൻ വെക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് മേ ബി എൻ്റെ പാരൻസിനെ കൊണ്ട് പെട്ടെന്ന് അഫോർഡബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ട് ഞാൻ സ്പോൺസർഷിപ്പ് നോക്കി തുടങ്ങി. ഞാൻ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഇന്ത്യൻ ബ്രാൻഡുകളും നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകൾക്കൊക്കെ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് കുറച്ച് പേര് എൻ്റെ അടുത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. സോ ഇനി അതിലോട്ട് എന്തായാലും പോകണം.
എന്തായാലും ഞാൻ സ്പോൺസേഴ്സിനെ വീണ്ടും നോക്കുന്നുണ്ട്. നമുക്ക് ലൈക്ക് ഇതുവരെ ഫിക്സ്ഡ് ആയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഫ്രീ ഫോളായിട്ട് മാജിക് ചെയ്യുക, അതായത് ഇപ്പോൾ ഒരു സ്കൈയിൽ ആകാശത്ത് നിന്ന് തന്നെ ഒരു സപ്പോർട്ടും ഇല്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു കൺകെട്ട് കളി തന്നെ ആണ്. അപ്പോൾ എന്തുമാത്രം ഒരു സക്സസ് ഒരു പ്രതീക്ഷയുണ്ട്, ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത്? ഡെഫിനറ്റ്ലി സക്സസ് ആവുമെന്ന് എനിക്ക് 10,000% ഉറപ്പുണ്ട്. ബിക്കോസ് എനിക്ക് 1 മിനിറ്റിൽ 25 മാജിക് ചെയ്യാമെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടും സ്കൈ ഡൈവ് ചെയ്തുകൊണ്ട് എനിക്ക് മാജിക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതുവരെ ഞാൻ കോൺഫിഡൻസ് ഇല്ലാതെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. സോ എൻ്റെ മൈൻഡിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു സംഭവത്തിന് പോകത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ട് സക്സസ് ആകും എന്ന് തന്നെയാണ് വിശ്വാസം. എപ്പോൾ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ബ്രോ, ആക്ച്വലി ഇതിൻ്റെ ഗിന്നസ് റെക്കോർഡിൻ്റെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അവർ പറഞ്ഞാൽ 12 വീക്സ് ആണ് പറയുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ 12 വീക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ലോങ് ആയി പോകുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നു നമുക്ക് പ്രയോറിറ്റി എടുക്കാൻ പറ്റും. സോ പ്രയോറിറ്റി എടുത്തിട്ട് നേരത്തെ ചെയ്യാനുള്ളൊരു മാക്സിമം ഒരു 2-3 മാസത്തിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. സോ അതിൻ്റെ വിൻഡ് ടണൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ഫ്രീ ഫോളിൽ നമ്മളെ ഹാൻഡൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് വിൻഡ് ടണൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ജസ്റ്റ് ഒരു സിലിണ്ടറിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഗ്രാവിറ്റി ഇല്ലാതെ നമുക്ക് കിടക്കാൻ പറ്റും അതിനകത്ത്. കറക്റ്റ് നമുക്ക് അവിടെ എന്താണോ നമ്മൾ സ്കൈ ഡൈവ് ചെയ്യുമ്പോൾ എന്താണോ ഫീൽ ചെയ്യണം അതേ ഫീൽ നമുക്ക് വിൻഡ് ടണലിൽ കിട്ടും. സോ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് തന്നെ ഇന്തോനേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിലിരിക്കുകയാണ്. സോ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മാജിക് അതും ഇത്ര ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ സംസാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഘട്ടങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും. മാജിക് ആരാണ് ട്രെയിൻ ചെയ്യിച്ചത്? ഇതുപോലെ ഞാൻ പഠിച്ചത് പൂജപ്പുരയുള്ള മുതുകാട് സാറിൻ്റെ മാജിക് അക്കാഡമിയിലാണ്. അക്കാഡമി പൂജപ്പുരയാണ്. സോ അവിടെയാണ് ഞാൻ കോഴ്സ് ചെയ്തത്. ഞാൻ അവിടുത്തെ ജൂനിയർ കോഴ്സും സീനിയർ കോഴ്സും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സീനിയർ കോഴ്സ് ഓൾമോസ്റ്റ് ഞാൻ ഫസ്റ്റ് റാങ്കോടെയാണ് പാസ്സായത് അവിടെ. സോ അത് കഴിഞ്ഞ് ഞാൻ നേരെ മാജിക് പ്ലാനറ്റിലേക്ക് പോയി. അവിടെ ഞാൻ മജീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ലൈക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന മജീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു 3-4 ഇയേഴ്സ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ റിസൈൻ ചെയ്തിട്ടാണ് ലൈക്ക് ടോട്ടലി ഞാൻ ഷോസും കാര്യങ്ങളായിട്ട് പോയത്. ഇപ്പോൾ ഈ പുതിയ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അതിന് മുതുകാട് സാറിൻ്റെ ഒരു ആശംസകൾ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആക്ച്വലി മുതുകാട് സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ എനിക്കിപ്പോൾ ഷോസും കാര്യങ്ങളും ആളും തിരക്കായിരുന്നു. ആൾ ഒരു ഇൻ്റർനാഷണൽ ഷോ എന്തോ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ വീണ്ടും ആൾ കേരളത്തിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. സോ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഞാൻ ആളെ എന്തായാലും മീറ്റ് ചെയ്യാൻ പോകും. സാറിനെ ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യാൻ പോകും. സോ എൻ്റെ ആവശ്യമാണ് സാറിൻ്റെ അടുത്ത് എനിക്ക് ഇത് കൊണ്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ റെക്കോർഡ്. സോ ഈ പാരൻസ് സപ്പോർട്ടാന്ന് പറഞ്ഞു. വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? എങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങൾ? ആക്ച്വലി എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡാണുള്ളത്. സോ അച്ഛൻ നമ്മുടെ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് സബ് ഇൻസ്പെക്ടറാണ്. അമ്മ പേരൂർക്കട കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജറാണ്. ചേച്ചി ഡോക്ടറാണ്. ഡൽഹിയിലാണ് ചേച്ചി സെറ്റിൽഡ് ആയിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് ലൈക്ക് എൻ്റെ എല്ലാം അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ലൈക്ക് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണ്. സോ ആളും ഡൽഹിയിലാണ്. ആൾ ടൂറിസം ഡെവലപ്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളെനിക്കെല്ലാം ലൈക്ക് പറഞ്ഞുതരും. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് പറഞ്ഞുതരും. സോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഈ 21 വയസ്സെന്ന് പറയുമ്പോൾ മിക്കവാറും ഇപ്പോൾ സാധാരണ ആൺകുട്ടികളെന്ന് പറയുമ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ജോബ് അതിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്ന പ്രായമായിരിക്കും. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ മാജിക് എന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ? ഞാൻ എൻ്റെ ലൈഫിലൊരു ബെസ്റ്റ് പാർട്ട് പറഞ്ഞുതരാം. അത് ആക്ച്വലി നടന്നത്, ആ ഒരു ഡ്രീം നടന്നത് ആക്ച്വലി ഇന്നലെ ആയിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അധ്യാപിക എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ പഠിത്തത്തിൽ സീരിയസ്ലി ഞാൻ പഠിത്തത്തിൽ കുറച്ച് പുറകോട്ടായിരുന്നു. പണ്ടൊക്കെ പഠിക്കുമായിരുന്നാണ് വീട്ടുകാർ പറഞ്ഞത്. ബട്ട് ഞാൻ +1 +2 ഒക്കെ വന്നപ്പോഴത്തേക്ക് ലൈക്ക് കുറച്ചും കൂടെ ഡൗൺ ആയിപ്പോയി. കാരണം എൻ്റെ ഫോക്കസ് ഫുള്ള് മാജിക്കിലോട്ടായി. അപ്പോൾ എൻ്റെ അടുത്ത് അധ്യാപക ഇങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് നിനക്കിങ്ങനെ ലൈക്ക് മാജിക് കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിൽ വരും. നീ ഇങ്ങനെ പഠിക്കാതിരുന്നാൽ പറ്റില്ല, സോ മാജിക് കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അത് ഇന്നലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഞാൻ അധ്യാപികയുടെ അടുത്ത് പറയുന്നുണ്ട് ലൈക്ക് ഞാനിവിടെ അതെൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, ആക്ച്വലി അതൊരു സിസ്റ്ററായിരുന്നു. സോ സിസ്റ്ററിൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, സിസ്റ്റർ നോക്കിക്കോ, ഞാനിവിടെ ഗസ്റ്റായിട്ട് വരുന്നൊരു ദിവസം ഉണ്ടാവും. ഓക്കെ, ആക്ച്വലി ആ ദിവസം ഇന്നലെ ആയിരുന്നു. സോ
ആ സിസ്റ്റർ എൻ്റെ കൂടെ വന്ന് സെൽഫി എടുക്കേണ്ടായി. സിസ്റ്റർ എന്നെ മിനിയാന്ന് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ നീയാണ് ഗസ്റ്റ് നാളെ, സോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാനൊന്ന് പറഞ്ഞതല്ലേ എന്ന്? സിസ്റ്റർ ആക്ച്വലി ഇങ്ങോട്ടത് പറഞ്ഞ് എൻ്റെ അടുത്ത് അത് പറഞ്ഞാണ്. മിനിയാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. ഞാൻ ഗസ്റ്റായിട്ട് പോകുന്ന ഇന്നലെ ആയിരുന്നു. മിനിയാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ ആ ദിവസം വന്നിട്ടുണ്ട്. അങ്ങനെ ലൈക്ക് ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ആ ഒരു മൊമെൻറ്റിലൂടെ ഇന്നലെ ജീവിച്ചു പോയതുള്ളൂ. യെസ്. അപ്പോൾ സിനിമയെ വെല്ലുന്ന ഒരു ഹീറോയിസം മൂവ്മെൻ്റ് ആണ്. അടുത്ത പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണാനായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മാജിക് ട്രിക്ക് തന്നെയാണ് ശ്രീറാമിൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. എൻ്റെ ആക്ച്വലി ഒരു 10 റുപ്പി ഉണ്ട്, ഒരു 20 റുപ്പി ഉണ്ട്. ഓക്കെ, എല്ലാവരും കാണാമല്ലോ, ലൈക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഫൈൻ. സോ ബ്രോ, ഇതെനിക്കിപ്പോൾ ചേഞ്ച് കിട്ടിയതാണ്. താഴെ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ചേഞ്ച് കിട്ടിയ നോട്ടാണ്. സോ ബ്രോ, ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ആക്കും, 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കും. 4ആയിട്ട് പ്രശ്നമില്ലല്ലോ. ലൈക്ക് 4ആയിട്ടൊന്ന് ഫോൾഡ് ആയി. ഓക്കെ, സോ ഇപ്പോൾ ഒരു 10 റുപ്പി ഉണ്ട്, ഒരു 20 റുപ്പി ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ടോട്ടൽ എത്ര രൂപയുണ്ട്? 30 രൂപ. ഓക്കെ ഫൈൻ. സോ ബ്രോ, ലൈക്ക് ഞാൻ ഈ 10 റുപ്പി ഇതിൻ്റെ അടി വെക്കാണ്, 20 റുപ്പി ലൈക്ക് ടോപ്പിൽ വെക്കുകയാണ്. ബ്രോ ഒന്ന് കൈ ഇങ്ങനെ ആക്കോ, കൈ ഓപ്പൺ ചെയ്യോ. ഓക്കെ, ഞാനിതിവിടെ വെച്ചിട്ടുണ്ട്. ബ്രോ ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ലൈക്ക് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇപ്പോൾ 30 റുപ്പീസ് ബ്രോയിൻ്റെ കയ്യിലുണ്ട്. ബ്രോ ഒന്ന് ലൂസായി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ഒരു നോട്ട് ലൂസായി കഴിഞ്ഞാൽ ഞാൻ ഒരു നോട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ ഫൈൻ, റെഡി? ഒന്ന് ഓക്കെ ഫൈൻ. ഒരു നോട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഏതാണ്? 20 റുപ്പി. ഓക്കെ, സോ 20 റുപ്പീസ് എൻ്റെ കയ്യിലുണ്ട്, 10 റുപ്പീസ് ബ്രോയിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ ഫൈൻ, ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 20 rupees. ഓക്കെ, ബ്രോയിൻ്റെ കയ്യിൽ 10 rupees. ഓക്കെ ഫൈൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ തുറന്ന് നോക്കിക്കോളൂ. ജസ്റ്റ് തുറന്ന് നോക്കൂ. ഓക്കെ, ബ്രോ എൻ്റെ കയ്യിൽ 10 വരും, ബ്രോയിൻ്റെ കയ്യിൽ 20 വരും. ഓക്കെ ഫൈൻ. ഇതേപോലെ ഒരു സിമ്പിൾ മാജിക് ആണ്. സ്വാഭാവികമായിട്ടൊരു സംശയം കാണും, ലൈക്ക് നോർമൽ നോട്ടാണ് ബ്രോ, നോർമൽ നോട്ടാണ്. ശരിയാണ്. അല്ല ആക്ച്വലി ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ ബ്രോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് വരുന്നത്. പുള്ളി ഒരു മെന്റലിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, മെന്റലിസം ട്രിക്കാണോ അതോ മാജിക് ട്രിക്ക് തന്നെയാണ്? ഡെഫിനറ്റ്ലി ബ്രോ, മാജിക് ട്രിക്കാണ്. ഞാൻ ഉറപ്പായിട്ടും പറയും, മാജിക് അത്ഭുത ശക്തിയൊന്നുമല്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ആൻ ആർട്ട്, ഒരു സയൻസ് ആണത്. നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സയൻസ് ഉണ്ട്. സോ അതേപോലെ ഒരു സയൻസ് മാത്രമാണ് മാജിക്. കുറേ പേരുടെ ചോദിച്ചു, ഞങ്ങളെ പറ്റിച്ചതല്ലേ എന്നൊക്കെ പറയും. പറ്റിച്ചതല്ല, അത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. സോ അവിടെയാണ് ആ സയൻസ് വർക്കൗട്ട് ആവുന്നത്. സോ ദാറ്റ്സ് മാജിക്. അതായത് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ആ ഒരു ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുള്ള. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മെന്റലിസത്തിലേക്ക് വരികയാണെങ്കിൽ അത് എത്ര നാളായി പ്രാക്ടീസ് ചെയ്യുന്നു? മെന്റലിസം ഒരു ഓൾമോസ്റ്റ് ഒരു 3-4 years ആവുന്നുള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ സജീവമാവണം എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത ഒരാളല്ല ഞാൻ. എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, മജീഷ്യൻസ് ആണ്. അപ്പോൾ പണ്ട് ഞാൻ മെൻ്റലിസം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, കുറേ പേരെടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ലൈക്ക് നിനക്ക് ഏജ് ആയിട്ടില്ല, ഇല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് ഒഴിവാക്കി വിടാറാണ് പതിവ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഞങ്ങൾ തന്നെ മെൻ്റലിസത്തിൻ്റെ എഫക്ട്സുകൾ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തും ഞങ്ങൾ ബുക്ക് വായിച്ചും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ആക്ച്വലി മെൻ്റലിസം ഒരു ആർട്ട് ഫോമിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് സപ്പോർട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഫെയിം അശ്വിൻ വിജയ്. സോ ആൾ മജീഷ്യനാണ്, ബിഗ് ബോസ് സീസൺ 4 ഫെയിമാണ്. സോ ആളും ഞാനൊക്കെയാണ് ഒരുമിച്ച് ലൈക്ക് ഒരുപാട് മെൻ്റലിസത്തിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴും റിസർച്ചിങ്ങിലാണ്. ഇപ്പം മാജിക് ആണെങ്കിലും സ്റ്റിൽ റിസർച്ചിങ് ആണ്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. മെൻ്റലിസത്തിൻ്റെ ഒരു ട്രിക്ക് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സയൻസ്? ആക്ച്വലി മെൻ്റലിസം എന്ന് പറയുന്ന ഡെഫിനറ്റ്ലി അതിൽ നമ്മൾ പല ഫോർമാറ്റ്സ് ഉണ്ട് അതിനകത്ത്. മാജിക് എന്ന് പറയുമ്പോഴത്തേക്ക് മാജിക്കിലും ഉണ്ട് പല ഫോർമാറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേജ് ഉണ്ട്, ക്ലോസപ്പ് ഉണ്ട്. അതേപോലെ തന്നെ മെൻ്റലിസത്തിലും പല സെക്ഷൻസ് ഉണ്ട്. സോ ഓരോ സെക്ഷൻസിലും ഓരോ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഒരെണ്ണത്തിൽ മേ ബി സൈക്കോളജി ബേസ്ഡ് ആയിരിക്കും ഫുള്ള് പോകുന്നത്. സോ ഒരെണ്ണത്തിൽ ചിലപ്പം ചെറിയ മാജിക് ട്രിക്സിൻ്റെ സാന്നിധ്യങ്ങളുണ്ടാവും. ഡെഫിനറ്റ്ലി ലൈക്ക് മെയിനായിട്ട് സൈക്കോളജിയും മാജിക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് മെൻ്റലിസം എന്ന് പറയുന്ന ആർട്ട് ഫോം. അതിൻ്റെ എന്തെങ്കിലും ഒരു ട്രിക്ക്? ഓഫ് കോഴ്സ് ചെയ്യാം. എൻ്റെ ഉള്ളിൽ ആക്ച്വലി ഒരു ബ്ലാങ്ക് നോട്ടാണുള്ളത്. ഇതിൽ വേറെ ഒന്നും ടൈപ്പ് ഇല്ല. ഞാൻ ഇതിലൊരു പ്രഡിക്ഷൻ സെറ്റ് ചെയ്യാൻ പോവാണ് ബ്രോ. ഫോർ ദി ഫസ്റ്റ് ടൈം ബ്രോയിൻ്റെ ഫ്രണ്ടിലായിട്ട്
ഒരു വൈറ്റ് ബോർഡ് ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യും. ഓക്കെ, ആ ഒരു വൈറ്റ് ബോർഡിൽ 1 to 10 നമ്പേഴ്സ് 1 2 3 4 എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ റാൻഡമായിട്ട് ഞാനൊരു സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രോ റാൻഡമായിട്ട് അതിൽ നിന്ന് ഒരു നമ്പർ മനസ്സിൽ പിക്ക് ചെയ്യുക. റാൻഡം നമ്പർ ആയിരിക്കാം. ഓക്കെ ഫൈൻ. അറ്റ് ദ കൗണ്ട് ഓഫ് 1 2 and 3 ബ്രോ റാൻഡമായിട്ട് അതിൽ നിന്ന് ഒരു നമ്പർ പിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ബ്രോയുടെ മനസ്സിൽ ഒരു നമ്പർ ഉണ്ട്. സോ ഞാൻ 3 ചാൻസസ് പറയും. മേ ബി അതിലൊരു നമ്പർ ആയിരിക്കാം ബ്രോയിൻ്റെ നമ്പർ. ഞാൻ ആദ്യമേ പറയാണ്, മെൻ്റലിസത്തിൽ ഒരു 50-50 ചാൻസ് ആയിരിക്കും ഇത് വിജയിക്കാൻ വേണ്ടിയിട്ട്. സോ എപ്പോഴും അത് കറക്റ്റ് ആവണമെന്നില്ല. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് മെൻ്റലിസത്തിനുണ്ട്. സോ നമ്മൾ രണ്ടുപേരുടെ മൈൻഡ് തമ്മിൽ കണക്ട് ആയാൽ മാത്രമേ ഇത് എപ്പോഴും വർക്കൗട്ട് ആവുള്ളൂ. സോ ബ്രോ റാൻഡമായിട്ട് ബ്രോ ഒരു നമ്പർ 1 to 10 ഇടയ്ക്ക് നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഞാൻ 3 നമ്പേഴ്സ് പറയും, 3 5 7. ഇതിലേതെങ്കിലും ഒരു നമ്പറാണോ ബ്രോ പിക്ക് ചെയ്തത്? അല്ല. ഓക്കെ ഫൈൻ. എന്തായാലും ബ്രോ ഞാൻ ഇതിലൊരു പ്രഡിക്ഷൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, റാൻഡം പ്രഡിക്ഷനാണ്. ഇപ്പം തന്നെ ഞാൻ ബ്രോയുടെ എൻ്റെ മൈൻഡ് കണക്റ്റ് ആവുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. സോ ഫസ്റ്റ് ടൈം ടെസ്റ്റിൽ ഞാൻ ഫെയിലായി. എനിക്ക് ബ്രോയിൻ്റെ മൈൻഡ് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ എന്തായാലും ഇവിടെ ഒരു പ്രഡിക്ഷൻ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാം ബ്രോ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ കാണിക്കുകയാണ്. ബ്ലാങ്ക് നോട്ടാണ്. ഓക്കെ ഫൈൻ. ഞാനിതിൽ പ്രഡിക്ഷൻ വെക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാനിതിലൊരു സംഭവം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബ്രോ കയ്യിൽ വെച്ചിരിക്കുക, ഓപ്പൺ ആക്കണ്ട. ഓക്കെ ഫൈൻ. ബ്രോ എൻ്റെ കയ്യിൽ ലൈക്ക് എൻ്റെ ഫോണിൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, എൻ്റെ ഫോൺ കാൽക്കുലേറ്ററാണ്, ബ്ലാങ്ക് കാൽക്കുലേറ്ററാണ്. ഓക്കെ, ഐഫോൺ കാൽക്കുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടും തോറും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അത് ബ്രോയ്ക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ നോർമൽ കാൽക്കുലേറ്റേഴ്സ് പോലെയല്ല. സോ ബ്രോ ചെയ്യേണ്ടത് റാൻഡമായിട്ട് ഒരു 3 ഡിജിറ്റ് നമ്പർ, ഒരു 100നും 999 ഇടയ്ക്കുള്ള റാൻഡമായിട്ട് ഒരു നമ്പർ ബ്രോയ്ക്ക് ചൂസ് ചെയ്യാം. പറഞ്ഞോളൂ ബ്രോ. പറഞ്ഞാൽ മതി. ഉറപ്പായിട്ടും പറഞ്ഞു. 245. 245. ബ്രോ ഒരു ചാൻസും കൂടെ തരാണെങ്കിൽ ബ്രോ ഏത് ചൂസ് ചെയ്യും? 755. 755. ഓക്കെ ബ്രോ, 245 ആണോ 755 ആണോ ബ്രോയിന്? 245 ആണോ 755 ആണോ? 245. 245 ഷുവർ ആണല്ലോ? ഒരു രീതിയിലും ചേഞ്ച് ചെയ്യണ്ടല്ലോ? ഇല്ല. ഓക്കെ ഫൈൻ. ഞാനിവിടെ 245 അടിക്കുകയാണ്. ഓക്കെ ബ്രോ, ഞാൻ ഇൻറ്റു അടിക്കുകയാണ്. ബ്രോ റാൻഡമായിട്ട് എഗെയിൻ ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ ബ്രോ ഏത് പറയും? ഒരു 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 10 to 99. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ ബ്രോ ഏത് പറയും? 24. 24. ബ്രോ ഒരെണ്ണം കൂടെ പറയാൻ പറഞ്ഞാൽ? 27. ഓക്കെ ബ്രോ, 24 വേണോ 27 വേണോ ബ്രോയിന്? 24. ഓക്കെ ബ്രോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാലും ബ്രോ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ 24 റൈറ്റ്? 24. ഓക്കെ സോറി 24. ഞാൻ അഗൈൻ പ്ലസ് ചെയ്യാണ് ബ്രോ. ജസ്റ്റ് തിങ്ക് ഓഫ് എ 4 ഡിജിറ്റ് നമ്പർ. ഓക്കെ, 1000നും 9999നും ഇടയ്ക്കുള്ള ഒരു റാൻഡം നമ്പർ ബ്രോയുടെ മനസ്സിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ബ്രോ ഏതായിരിക്കും പറയുന്നത്? 2021. 2021. ഓക്കെ ബ്രോ, ജസ്റ്റ് അവോയ്ഡ് സീറോസ് ബിക്കോസ് എനിക്ക് സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സോ ലൈക്ക് സീറോസ് അവോയ്ഡ് ചെയ്തിട്ട് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് കൺഫ്യൂസിങ് ആക്കി ഒരു നമ്പർ, ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ പറ്റും ബ്രോയ്ക്ക്? 2145. ഓക്കെ ബ്രോ, 2000. ഓക്കെ ഐ തോട്ട് 0. ഓക്കെ ഫൈൻ. 2145. ഓക്കെ 2145. ഷുവർ ആണല്ലോ ബ്രോ? ചേഞ്ച് ചെയ്യണോ? വേണ്ട. ഓക്കെ 2145. ബ്രോ അഗൈൻ ഞാൻ ഇൻറ്റു ചെയ്യാണ്. ബ്രോ ജസ്റ്റ് തിങ്ക് ഓഫ് എ 3 ഡിജിറ്റ് നമ്പർ, റാൻഡം ആയിട്ടൊരു 3 ഡിജിറ്റ് നമ്പർ അഗൈൻ ഞാൻ പറയാൻ പറഞ്ഞാൽ ബ്രോ ഏത് പറയും? 567. 567. ഓക്കെ ചേഞ്ച് ചെയ്യണോ? വേണ്ട. 567. ഓക്കെ ഞാനിവിടെ 567. ഓക്കെ ബ്രോ അഗെയിൻ ലൈക്ക് ഞാൻ പ്ലസ് ചെയ്യാണ്. ബ്രോ റാൻഡമായിട്ട് അഗെയിൻ ഞാൻ ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ ബ്രോ ഏത് പറയും? 62. ഓക്കെ ഫൈൻ. 62. അഗെയിൻ ബ്രോ ഞാൻ ഇൻറ്റു ചെയ്യാണ്. ബ്രോ റാൻഡംലി ഞാൻ ഇതിനകത്ത് ബ്രോയിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ഒരു സീക്രട്ട് നമ്പർ ഇടാൻ പോവാണ്. ആക്ച്വലി അത് ഞാൻ ക്യാമറയിൽ കാണിക്കില്ല. ഓക്കെ, നമ്മൾ രണ്ടുപേരും മാത്രമേ അത് കാണുള്ളൂ. ബട്ട് ഒരു രീതിയിലുള്ള ഒരു മാൽ പ്രാക്ടീസ് ഞാൻ അവിടെ ചെയ്യുന്നില്ല, ഞാൻ ബ്രോയിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. എൻ്റെ ഒരു സീക്രട്ട് നമ്പർ 1 to 10 ഇടയ്ക്കുള്ള ഒരു സീക്രട്ട് നമ്പറിനെ ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇൻറ്റു ആ ഒരു നമ്പർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഫൈൻ. ഞാൻ തിരിച്ചിട്ടുണ്ട്. ഓക്കെ റാൻഡം ഒരു നമ്പർ പറയുമ്പോൾ
like 9. Okay, fine. No. Okay, so yep. ഞാനിത് ഈക്വൽ ടു ചെയ്യണം. സോ ഈക്വൽ ടു ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ബ്രോയുടെ മുമ്പിൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും രീതിയിലുള്ളൊരു മാൽ പ്രാക്ടീസ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. എല്ലാം ബ്രോ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും നേരമുള്ളത് ഓഡിയൻസ് കാണുന്നുണ്ട്. ഈ ഒരു ഒറ്റ നമ്പർ മാത്രമാണ് ബ്രോ മാത്രം കണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ നമുക്കിവിടെ ഒരു ആൻസർ ഇട്ടിട്ടുണ്ട്. ബ്രോ എന്താണ് ആൻസർ? 3731 ഓക്കെ, റാൻഡം ആയിട്ടുള്ള ആൻസർ ആണ്. ബ്രോയിൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബ്രോ, ദ തിങ് ഇസ് ഈ ഒരു നമ്പർ, ഓക്കെ, നമ്പർ ഏതാണ്? 3731738 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഞാൻ നേരത്തെ ബ്രോയിൻ്റെ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രഡിക്ഷനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തമ്മിൽ കറക്റ്റ് ആണെങ്കിൽ വിൽ യു ബി അമേസ്ഡ്? ഷുവർ ആണ്. ബ്രോ, ഫോർ ദി ഫസ്റ്റ് ടൈം ഒന്നും ചെയ്യണ്ട, ഫോൺ വെക്കുക, ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുക, ഓഡിയൻസിന് ഒന്ന് കാണിച്ചു കൊടുക്കുക. യെസ്. ദൈവമേ, ആക്ച്വലി കറക്റ്റ് അല്ലേ? അതെ, കറക്റ്റാണ്. സൂം ചെയ്ത് കാണിക്കാൻ നമ്മൾ ലൈക്ക് എനിക്ക് വന്ന ഞാൻ സെറ്റ് ചെയ്ത പ്രഡിക്ഷനും ലൈക്ക് നമുക്ക് വന്ന ആൻസറും ലൈക്ക് സെയിം ആണ്. സോ ദിസ് ഇസ് മെന്റലിസം. താങ്ക് യു സോ മച്ച്. ഇത് മാത്തമാറ്റിക്സിൽ എന്തെങ്കിലും ട്രിക്കാണോ? നെവർ ബ്രോ, മാത്തമാറ്റിക്സിൽ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എത്ര കാൽക്കുലേറ്റ് ചെയ്താലും ബ്രോ, ഇത് ഞാൻ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സെറ്റ് ചെയ്തേക്കണല്ലേ. സോ എനിക്കതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഫോൺ ബ്രോയിൻ്റെ അല്ലേ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അതൊരു മെന്റലിസം, സൈക്കോളജി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി എന്തായാലും അടുത്ത ഉദ്യമം സ്കൈ ഡൈവിംഗ് ആണ്. സ്കൈ ഡൈവിംഗ് വഴി മാജിക്. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനുശേഷം സി മലയാളം ന്യൂസിൽ നമുക്ക് ഇവിടെ വീണ്ടും ഒരു അഭിമുഖം ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിലും ലൈക്ക് ഞാൻ എൻ്റെ വീട്ടിലാണ് ഓൾമോസ്റ്റ് മിക്കതും എടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റുഡിയോസിലും പോയി എടുക്കാറുണ്ട്. സോ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയും, ഞാൻ ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈവൻ ഞാൻ ഇന്നലെ പോയ എൻ്റെ സ്കൂളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇനി ഇവിടെ ഒരു പ്രോഗ്രാം ആകുമ്പോൾ ഞാനിവിടെ ഗസ്റ്റായിട്ട് വീണ്ടും കാണും, അന്ന് എൻ്റെ കയ്യിൽ ഗിന്നസ് കാണും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും കണ്ടു. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അതുവരെ ഗുഡ് ബൈ. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.